നെക്സ്റ്റ് നമുക്ക് മോർ സർക്കിൾ നോക്കാം. മോർ സർക്കിൾ നിങ്ങൾക്ക് ഡെറിവേഷൻസ് ഇതും അങ്ങനെ ചോദിക്കുന്നില്ല, ഇത് വെച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി. സോ ബേസിക്കലി നിങ്ങൾ ആ മോർ സർക്കിൾ എങ്ങനെ വരയ്ക്കണമെന്ന് നിങ്ങൾ അറിയണം. ഈ ഒരു സർക്കിൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഈ ഒരു സർക്കിൾ എങ്ങനെ വരയ്ക്കുമെന്ന് അറിയണം. അത് ഞാനൊരു ക്വസ്റ്റ്യൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ബിക്കോസ് ആ ഒരു മോഡൽ ക്വസ്റ്റ്യനെ മോർ സർക്കിളിന് വെച്ച് ചെയ്യാൻ ചോദിക്കത്തുള്ളൂ. നേരത്തെ നമ്മൾ സ്ട്രെസ്സസ് കണ്ടുപിടിച്ചില്ലേ, നമ്മൾ ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് ഡയറക്റ്റ് ഇവിടെ സർക്കിൾ വരച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതേ ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. A point in a strained material is subjected to stress shown in the figure. Using Mohr circle method, determine the normal tangential stress across the oblique plane. Check the answer analytically. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇങ്ങനെയാണ് നമുക്കൊരു പ്ലെയിൻ തന്നിട്ടുണ്ട്, രണ്ട് സൈഡിലും സ്ട്രെസ് ഉണ്ട്, ഷിയർ ഉണ്ട്. അപ്പോൾ നമുക്ക് σ1 σ2 Q അത് തന്നിട്ടുണ്ട്. നമുക്ക് തീറ്റ 45 ഡിഗ്രി ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ σ1 σ2 ടോ ഒക്കെ ഞാൻ എടുത്തെഴുതി. ഇനി ഇതാണ് എൻ്റെ മോർ സർക്കിൾ. ഞാൻ എൻ്റെ ഒരു ഒറിജിൻ A കീപ്പ് ചെയ്തു. A to C ആണ് എൻ്റെ σ1ഉം A to B ആണ് എൻ്റെ σ2. ഏതാണോ വലുത് അത് നീട്ടി വരയ്ക്കുക, അത്രേ ഉള്ളൂ. അപ്പം A Cയും Bയും എന്നുള്ള രണ്ട് പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം എന്താ, സി തൊട്ട് മുകളിലോട്ട് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റെ ഷിയർ ഫോഴ്സ് ഞാൻ മാർക്ക് ചെയ്യണം. ഷിയർ എന്ന് പറയുമ്പോൾ ഈ ഷിയർ തന്നേക്കുന്നത് 25 സിയിൽ നിന്ന് മുകളിലോട്ട് വരയ്ക്കണം, ബിയിൽ നിന്ന് മുകളിലോട്ട് താഴോട്ട് വരയ്ക്കണം. അപ്പം എന്നിട്ട് എന്ത് ചെയ്യണം, ഈ എഫും ജിയും ജോയിൻ ചെയ്യണം. എഫും ജിയും ജോയിൻ ചെയ്തു. ഈ സ്ട്രെയിറ്റ് ലൈൻ നമ്മുടെ ഉണ്ട്. അപ്പോൾ ഈ കട്ട് ചെയ്യുന്നതാണല്ലോ സെൻറ്റർ, ഇതിനെ റേഡിയസ് ആക്കി വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഈ ഹോൾ മോർ സർക്കിൾ പിന്നെ വരയ്ക്കണം. ലൈക്ക് ആദ്യം ഞാൻ എൻ്റെ ഈ ബ്ലൂ ലൈൻ എ സി വരച്ചു, പിന്നെ ഞാൻ എൻ്റെ എ ബി വരച്ചു ടോട്ടൽ ഫുൾ ഇതുവരെ. ഇനി ഞാൻ എന്ത് ചെയ്യണം, എ ബിന്നും സിന്നും പെർപെൻഡിക്കുലർ, ഒരെണ്ണം മുകളിലോട്ടോ ഒരെണ്ണം താഴോട്ടോ എന്താണ് എൻ്റെ ഷിയർ മാർക്ക് ചെയ്തു. ഇനി ഞാൻ എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഞാൻ പറഞ്ഞു ഇതിനെ ജോയിൻ ചെയ്യണം എന്ന്. അപ്പം ഞാൻ ഇനി അതിനെ ജോയിൻ ചെയ്തു. ഇനി എന്താ, ഈ ഒ ജിനെ റേഡിയസ് ആക്കി വെച്ചുകൊണ്ട് ഞാൻ ഈ ഫുൾ സർക്കിള് വരയ്ക്കണം. സർക്കിൾ വരച്ചതിന് ശേഷം ഇനി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒ എഫ് നിന്ന് ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ 2θ വരയ്ക്കണം. എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനിൽ തീറ്റ എത്രയാണോ തന്നേക്കുന്നത് അതിൻ്റെ ഡബിൾ ആംഗിൾ. ഇവിടെ 45 ഡിഗ്രിയാണ് തന്നത് തീറ്റ, സോ എൻ്റെ ഡബിൾ 90 ഡിഗ്രി. 90 ഡിഗ്രിക്ക് ഞാൻ എന്ത് ചെയ്യണം, ഒ ഇ വരെ ഒരു ലൈൻ വരയ്ക്കണം. ഒ ഇ വരെ ഞാൻ എൻ്റെ ലൈൻ വരച്ചു. ഇനി എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇ ഡി ആണ് എൻ്റെ σT, എ ഒ ആണ് എൻ്റെ എ ഡിയും ഇ ഡിയും ആണ് എൻ്റെ ആൻസർ. ഇ ഡി എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ, എ ഡി എന്ന് പറഞ്ഞാൽ ഷിയർ, എ ഇ ആണ് എൻ്റെ റിസൾട്ടൻ്റ്. ഇതാണ് ഞാൻ മെഷർ ചെയ്ത് എഴുതേണ്ട വാല്യൂസ്. ഈ സർക്കിൾ വരച്ചു. ഇനി എൻ്റെ σT എന്ന് പറയുന്നത് ഇ ഡി ആണ്, ആൻഡ് ബാക്കി എ ഡി ആണ് എന്തോന്ന് σn എന്ന് പറയുന്നത്, ആൻഡ് എ ഇ ആണ് σr എന്ന് പറയുന്നത്. ഇങ്ങനെ ജസ്റ്റ് മെഷർ ചെയ്ത് എഴുതാനേ മോർ സർക്കിളിൽ നമുക്ക് ഉള്ളൂ. മറ്റേ ഡയറക്റ്റ് ഇക്വേഷൻ്റെ റിപ്ലൈ ആണ്, ഇത് ജസ്റ്റ് വരച്ചിട്ട് മെഷർ ചെയ്ത് എഴുതണം. ഇതാണ് മോർ സർക്കിൾ മെത്തേഡ്. താഴോട്ടുള്ള ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണം കൂടെ ഉണ്ട്, സിമിലർ രീതിയിൽ തന്നെയാണ്. σ1ഉം σ2ഉം ടോവും തന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെയിം രീതിയിലാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്, ഒരു വ്യത്യാസവും ഇല്ല. താഴത്തെ രണ്ട് പ്രോബ്ലം ഉണ്ട്, അത് വായിച്ചു നോക്കുക, എന്തായാലും മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് നെക്സ്റ്റ് തിക്ക് ആൻഡ് തിൻ സിലിണ്ടേഴ്സ് നോക്കാം. ഫസ്റ്റ് തിൻ സിലിണ്ടർ നോക്കാം. ഒരു തിൻ സിലിണ്ടർ എന്ന് പറയുന്നത് ഭയങ്കര തിന്നായിട്ടൊരു സിലിണ്ടർ. നമുക്ക് തന്നെ പെർട്ടിക്കുലർ ക്ലാസിഫിക്കേഷൻ ഇല്ല, എന്നാലും ഒരു ജനറൽ ഐഡിയ പറയുകയാണെങ്കിൽ റേഷ്യോ ഓഫ് റേഡിയസ് ടു വാൾ തിക്നെസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 10. അങ്ങനത്തെ ഒരു സിലിണ്ടറിനെയാണ് എന്താണ് ഞാൻ തിൻ സിലിണ്ടർ എന്ന് പറയുന്നത്. R/T എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 10 ആയിരിക്കണം. ഈ തിൻ സിലിണ്ടറായാലും തിക് സിലിണ്ടറായാലും ഇതിലും ഡയറക്റ്റ് ഇക്വേഷൻസ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി, എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ. സോ നമുക്കിവിടെ ആവശ്യമുള്ള ഇക്വേഷൻ ആണ് തിൻ സിലിണ്ടറിൽ σ1 എന്ന് പറയുന്നത് PR/T, σ2 എന്ന് പറയുന്നത് σ1/2, പിന്നെ നെക്സ്റ്റ് ആവശ്യമുള്ളത് E1 സ്ട്രെയിൻ എന്ന് പറയുന്നത് PR/T
2TKE into 2 in minus Poisson's ratio. Like ഇതാണ് ഇക്വേഷൻ സ്ട്രെയിനിന്റെ, ഇത് ലീനിയർ സ്ട്രെയിൻ, ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഈ രണ്ട് സ്ട്രെയിനിന്റെ ഇക്വേഷനും സിഗ്മ 1 സിഗ്മ 2 നമുക്ക് ആവശ്യമുള്ള മെയിൻ ഇക്വേഷൻ. പിന്നെ ഒരു വോളിയോമെട്രിക് സ്ട്രെസ് EV എന്ന് പറഞ്ഞാൽ ഡെൽറ്റ V/V ആണ്, വിച്ച് ഇസ് എന്താണ് 2E1 plus E2. ഇത്ര ഇക്വേഷൻസ് ആണ് നമുക്ക് തിൻ സിലിണ്ടറിൽ ആവശ്യം. ഇതും എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസേ നമുക്ക് ചോദിക്കത്തുള്ളൂ. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. A cylindrical shell is 3 I guess pause ചെയ്ത് വെച്ച് ബാക്കിലോട്ട് പോയിട്ട് ഇക്വേഷൻസ് ഒരു പേപ്പറിൽ എഴുതി വെക്കുക, അതാകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഇത്. A cylindrical shell is 3 meter long, having 1 meter internal diameter with 15 mm thickness. Calculate the change in dimension of the shell if it is subjected to an internal fluid pressure of 1.5 MPa. Also calculate the maximum intensity of shear stress. Take mu is equal to 0.3, E is equal to 2 into 10 raised to 5 MPa. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് റേഡിയസും തിക്നെസ് ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1 meter റേഡിയസും തിക്നെസ് 15 mm. അപ്പോൾ R/T ഞാൻ ചെയ്തപ്പോൾ എന്താണ്, എനിക്ക് ഗ്രേറ്റർ ദാൻ 10 കിട്ടി. ഇവിടെ 500 ആണ് യൂസ് ചെയ്തേക്കുന്നത്, ബിക്കോസ് 1 meter എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ്. അപ്പോൾ റേഡിയസ് mm മാറ്റുമ്പോൾ 500 ആയതാണ്. ഗ്രേറ്റർ ദാൻ 10 ആണ്. അപ്പോൾ എന്താണ്, തിൻ സിലിണ്ടർ ആണ്. ഇനി ഞാൻ എന്ത് ചെയ്ത് എൻ്റെ ഗിവൺ എല്ലാം ഞാൻ ഇവിടെ എടുത്ത് എഴുതി. R, T, P, E, V, D. V എല്ലാം മ്യൂ ആണ്. ഇത് ഞാൻ ഗിവണൊക്കെ എടുത്ത് എഴുതി. എൻ്റെ അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് കാൽക്കുലേറ്റ് ദ ചേഞ്ച് ഇൻ ഡയമെൻഷൻ. അപ്പം ഞാനിവിടെ സ്ട്രെയിൻ കണ്ടുപിടിക്കേണ്ടി വരും. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡെൽറ്റ എല്ലും ഡെൽറ്റ ഡി ഒക്കെയാണ് ഞാൻ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം എൻ്റെ ഇക്വേഷൻ നോക്കാം. സ്ട്രെയിൻ E1 is equal to ഡെൽറ്റ D/D. ലീനിയർ സ്ട്രെയിൻ്റെ ഇവിടെ. അപ്പോൾ ഡെൽറ്റ D is equal to E1 into D. E1ൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി ഗിവൺ ആണ്. ഇൻറ്റു D ചെയ്താൽ മതി. ഇതിൽ ഓരോ ടേംസും നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക, ഡെൽറ്റ D കിട്ടി. അതുപോലെ തന്നെ ഡെൽറ്റ L എന്ന് പറഞ്ഞാൽ E2 into L ആണ്. E2യുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഇതിലും എല്ലാം തന്നിട്ടുണ്ട്. ജസ്റ്റ് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്. നെക്സ്റ്റ് നമ്മളോട് തന്നെ സ്ട്രെസ്സസ് കണ്ടുപിടിക്കാൻ. സ്ട്രെസ്സസ് സിഗ്മ 1 എന്ന് പറയുന്നത് എൻ്റെ ഇക്വേഷനും നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് കണ്ടുപിടിക്കാനുള്ള വാല്യൂസും നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യുക, സിഗ്മ 1 കണ്ടുപിടിക്കുക. സിഗ്മ 2 എന്ന് പറയുന്നത് സിഗ്മ 1/2 ആണ്. അപ്പോൾ എന്താണ്, നമുക്ക് മാക്സിമം ഷിയർ ഫോഴ്സും കണ്ടുപിടിക്കാൻ പറ്റും. മാക്സിമം ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് ഇത്. നേരത്തെ ടോപ്പിലുണ്ട്, അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് കിട്ടി, നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ചോദിക്കത്തുള്ളൂ. ലൈക്ക് ലിറ്ററലി നിങ്ങൾക്ക് വാല്യൂസ് തന്നിട്ട് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുക, കണ്ടുപിടിക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത്. അതിനാൽ തന്നെ ഇനി താഴോട്ടുള്ള 2 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ലിസ്റ്റ് ഗിവൺ എല്ലാം എടുത്തെഴുതി എന്താണോ കണ്ടുപിടിക്കാനുള്ളത് നമ്മുടെ തന്ന ഇക്വേഷൻസ് അനുസരിച്ച് പിന്നെ ചെയ്യാനേ ഇതിൻ്റെ അകത്തുള്ളൂ. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് കൂടുതൽ ചിന്തിച്ച് ചളവാക്കാനുള്ളതായിട്ടൊന്നുമില്ല. ലൈക്ക് 5th മോഡൽ ഭയങ്കര സിമ്പിളാണ് ഈ ഒരു അക്കൗണ്ടിൽ. ജസ്റ്റ് നമുക്ക് നമുക്ക് മിക്കവാറും ഞാൻ പറഞ്ഞില്ലേ സ്പ്ലിറ്റഡ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ജസ്റ്റ് അപ്ലൈ ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. എന്നാൽ ഈ ക്വസ്റ്റ്യൻ പറയാം. A thin cylindrical shell 2 meter long has 200 mm dia and 10 mm thickness. It is completely filled with fluid at atmospheric pressure. If an additional 25,000 mm3 fluid is pumped in, find the pressure developed and the corresponding hoop stresses. Also find the change in diameter and length. E-യും G-യും തന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ആദ്യം ഗിവൺ ഒക്കെ എടുത്ത് എഴുതണം. L 2 meter, 5 എന്ന് പറഞ്ഞാൽ 200 mm, T എന്ന് പറഞ്ഞാൽ 10 mm. R/T കണ്ടുപിടിക്കുക, ഈക്വൽ ടു 10 ആണ്. അപ്പം എന്താണ്, തിൻ സിലിണ്ടർ ആണ്. ഡെൽറ്റ V എന്ന് പറയുമ്പോൾ എക്സ്ട്രാ നമുക്കിവിടെ ആഡ് ചെയ്യേണ്ട ഒരു അഡീഷണൽ ഇത്രയും ഫ്ലൂയിഡ്. അപ്പം എന്താണ്, എക്സ്ട്രാ അത്രയും വോളിയം വേണം. അതാണ് ഡെൽറ്റ V. ഡെൽറ്റ Vയും കിട്ടി. ഇവിടെ ഞാൻ കണ്ടുപിടിക്കേണ്ടത് എൻ്റെ P, ഡെൽറ്റ D, ഡെൽറ്റ L, സിഗ്മ 1 ആണ്. അപ്പം സിഗ്മ 1 എന്ന് പറഞ്ഞാൽ PR/T ആണ്. P എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ സിഗ്മ 1 എന്ത് ചെയ്തു, Pൻ്റെ ടേംസ് കണ്ടുപിടിച്ചു.
അതുപോലെ സിഗ്മ 2 ഞാൻ പീൻ്റെ ടേംസിൽ കണ്ടുപിടിച്ചു. സിഗ്മ 2 എന്ന് പറഞ്ഞാൽ സിഗ്മ 1/2. അപ്പോൾ 10p/2 എന്ന് പറയുമ്പം 5p. ഇനി വോളിയം എന്ന് പറഞ്ഞാൽ πr²/L. 6 L നമ്മുടെ ഉണ്ട്. അപ്പം ടോട്ടൽ വോളിയം നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് സിഗ്മ അല്ലെങ്കിൽ ഈ വി എന്ന് പറയുമ്പോൾ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ΔV/V. ΔVയും ക്വസ്റ്റ്യൻ തന്നു, ടോട്ടൽ വിയും ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം എന്ത് കിട്ടി? എനിക്ക് എൻ്റെ വോളിയോമെട്രിക് സ്ട്രെയിൻ കിട്ടി. ഇനി നമുക്ക് വേറെ ഉള്ളൊരു ഇക്വേഷൻ ആണ് വോളിയോമെട്രിക് സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു 2E1 + E2. അപ്പം എന്താണ് E1 E2ന് നമ്മൾ രണ്ട് ഇക്വേഷൻ കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്താൽ മതി. E1 E2 നമ്മുടെ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് എല്ലാം ജസ്റ്റ് പീൻ്റെ ടേംസിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്താൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ പി കിട്ടും. പി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് ΔDയും ΔLഉം കിട്ടും. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനും നമുക്ക് നോക്കാം. ഡയമീറ്റർ ഓഫ് എ സിറ്റി വാട്ടർ സപ്ലൈ പൈപ്പ് ഇസ് 750 mm. ഇറ്റ് ഹാസ് ടു വിത്ത്സ്റ്റാൻഡ് എ വാട്ടർ ഹെഡ് ഓഫ് 60 meter. Find the thickness of the thin pipe if the permissible stress തന്നിട്ടുണ്ട് and the specific weight of water 91810 നമുക്കതും തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ വെള്ളമാണ്. ഇവിടെ എനിക്ക് ഹെഡൊക്കെയാണ് തന്നേക്കുന്നത്. അതിൻ്റെ അർത്ഥം എനിക്ക് പി ഡയറക്റ്റ്ലി തന്നിട്ടില്ല. അപ്പോൾ പി ഞാൻ കണ്ടുപിടിക്കണം. അതേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനിൽ ആകെ വ്യത്യാസം. പി എന്ന് പറഞ്ഞാൽ ρgh ആണ്. സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. ρg എന്ന് പറയുന്നതാണ് സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ. ആ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇൻറ്റു ഹെഡ് ചെയ്താൽ എനിക്ക് എൻ്റെ പി കിട്ടും. പിന്നെ റെസ്റ്റ് ഓഫ് ദി എക്സാം ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്. ജസ്റ്റ് നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുക, കണ്ടുപിടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയാണ് തിൻ സിലിണ്ടേഴ്സിൻ്റെ പോർഷൻ. അതുപോലെ ഇനി നമുക്ക് നെക്സ്റ്റ് തിക്ക് സിലിണ്ടേഴ്സ് നോക്കാം. തിക്ക് സിലിണ്ടേഴ്സിൽ എന്താണ്? R/T > 10 വരും. അപ്പോഴാണ് അത് തിക്ക് സിലിണ്ടർ ആവുന്നത്. തിക്ക് സിലിണ്ടറിൽ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഈ ഒരു ഇക്വേഷൻ ആണ്, ലാമീസ് ഇക്വേഷൻ. Px is equal to B/x² - A. പിന്നെ സിഗ്മ 1 is equal to B/x² + A. ഇത് ഫോഴ്സ്, ഇത് സ്ട്രെസ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ലൈക്ക് മാറിപ്പോലും ഒരെണ്ണം ഫോഴ്സ്, ഒരെണ്ണം സ്ട്രെസ്സിൻ്റെ ഇക്വേഷനാണ്. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. A pipe of ഇനി A എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അത് നമ്മളിതിൽ കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ. സോറി, ഞാനത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A pipe of 400 mm internal dia and 100 mm thickness contains a fluid at pressure of 80 MPa. Find the maximum hoop stress across the section. Also sketch the radial and hoop stress distribution about the section. അപ്പം എൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് 400 mm ഇന്റേണൽ ഡയമീറ്ററും 100 mm തിക്നെസ്സും ഉണ്ട്. അപ്പം എൻ്റെ ഔട്ടർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഹാഫ് എന്താണ് 400 + ഈ 100 + 100 ചെയ്താൽ മതിയല്ലോ. അപ്പം തന്നെ എനിക്ക് ആ രണ്ട് റേഡിയസും കിട്ടി. എൻ്റെ ഹോളോൻ്റെ ഇന്റേണലോ എക്സ്റ്റേണൽ റേഡിയസ് അപ്പം തന്നെ കിട്ടും. ഫ്ലൂയിഡ് പ്രഷർ പി തന്നിട്ടുണ്ട് 80 MPa. ഫൈൻഡ് എന്താണ് മാക്സിമം ഹൂപ്പ് സ്ട്രെസ്സും പിന്നെ നമ്മളൊരു സ്കെച്ച് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു സ്കെച്ചും ചെയ്യണം. അപ്പം എനിക്കറിയാം എൻ്റെ ലെയിംസ് തിയറം ഇക്വേഷനിൽ നിന്ന് Px is equal to B/x² - A എന്ന്. അപ്പോൾ പി ക്വസ്റ്റ്യനിൽ 80 തന്നിട്ടുണ്ട്. എവിടെയാണത്? ഇൻറ്റീരിയറിലെ പ്രഷറാണ്. B/x². എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇൻറ്റീരിയറിൽ 200 mm ആണ് റേഡിയസ് - A. നെക്സ്റ്റ് ഇക്വേഷൻ തന്നെ 0 is equal to B/300 - A. 300 എന്ന് പറഞ്ഞാൽ ഔട്ടർ ഡയമീറ്റർ ആണ്. നമ്മുടെ സിലിണ്ടറിന്റെ ഔട്ടർ ഡയമീറ്റർ ആണ് 300. ആൻഡ് ഇസ് ഈക്വൽ ടു 0 എന്തുകൊണ്ടാണ് വന്നത്? ഇത് പുറത്താണ്. പുറത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അതാണ് ഈക്വൽ ടു നമ്മൾ 0 എന്ന് എടുത്തത്. അപ്പം ഈ ഇക്വേഷനിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? എനിക്ക് എൻ്റെ A കിട്ടും. ആ ഇക്വേഷനിൽ എനിക്ക് A is equal to ഞാൻ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത B/300² എനിക്ക് കിട്ടത്തില്ലേ? കാരണം ഇത് മൈനസ് അല്ലായിരുന്നോ? ഇവിടെ മൈനസ് ആണ്. അപ്പം ഈ അപ്പുറത്ത് പോകുമ്പം B/300² എന്ന് കിട്ടും. അത് ഞാനിവിടെ അപ്ലൈ ചെയ്യും. അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? എൻ്റെ ബീൻ്റെ വാല്യൂ കിട്ടും. ബി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ A കിട്ടും. പിന്നെ എന്താണ് ഞാൻ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? സ്ട്രെസ്സസ് ആണ്. അപ്പോൾ സ്ട്രെസ്സസ് അറ്റ് ദി ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ x is equal to 100. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Bx² + A. അപ്പോൾ എന്താണ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക? സിഗ്മ 1 at x is equal to 200ഉം x is equal to 300. x is equal to 200 എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ ഡയമീറ്റർ, ഇത് എക്സ്റ്റീരിയർ ഡയമീറ്റർ.
ആ സ്ഥലത്തോടെ 2 സ്ട്രെസ്സും നമ്മൾ കണ്ടുപിടിച്ചു. ഇതിൽ നമ്മൾ ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കണം. ഫിഗർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഹോളോ സിലിണ്ടറിന്റെ ഇത് വരയ്ക്കുക. ബിക്കോസ് ഇതൊരു സിലിണ്ടർ ആണല്ലോ. എന്നിട്ട് 200 എന്നുള്ളത് ഇന്റീരിയർ ഇതാണ് നമ്മുടെ ഒറിജിൻ O എന്ന് പറയുന്നത്. ഇതൊട്ട് ഇതുവരെയാണ് എൻ്റെ ഇന്റീരിയർ. 300 എന്ന് പറയുന്നത് എൻ്റെ എക്സ്റ്റീരിയർ ഡയമീറ്റർ വരച്ചു. 200-ന് കറസ്പോണ്ടിങ് എനിക്ക് കിട്ടിയ സ്ട്രെസ് എത്രയാണ്? 208. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അതൊരു സ്ട്രേറ്റ് ലൈൻ 208 വരച്ചു. 300-ന് കറസ്പോണ്ടിങ് എനിക്ക് കിട്ടിയത് 128. അതേ സ്ട്രേറ്റ് ലൈനിനൊട്ടാണ് ഞാനൊരു 128ഉം വരച്ചു. എന്നിട്ട് എന്താണ്? ഇതൊരു കർവ് വെച്ച് ജോയിൻ ചെയ്യിക്കണം. അത്രേ ഉള്ളൂ. വേണമെങ്കിൽ അകത്തൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ആ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിഗർ വരയ്ക്കുന്നത്. ജസ്റ്റ് ചുമ്മാ നമ്മൾ സാധാരണ രീതി വരച്ചാൽ മതി. സിലിണ്ടർ വരയ്ക്കുക, വലിയ സാധനം 200-ന് കറസ്പോണ്ടിങ് ഉള്ള അകത്തോട്ട് വരയ്ക്കുക ഒരു സ്ട്രെസ് വാല്യൂ, 300 കറസ്പോണ്ടിങ് അത് പുറത്ത് ഔട്ടർ സർക്കിളിൽ വരും. അത്രേ ഉള്ളൂ. താഴോട്ടുള്ള ക്വസ്റ്റ്യൻ സെയിം സിമിലർ ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് വാല്യൂ മാറ്റിയെന്നേ ഉള്ളൂ. സോ അത് ഞാൻ സെയിം തന്നെ ജസ്റ്റ് വാല്യൂ മാറ്റിയതാ. സോ അതൊന്ന് നോക്കിയിരുന്നാൽ മതി. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനും സിമിലർ ആണ്. ജസ്റ്റ് ദാറ്റ് ഇവിടെ നമുക്ക് തിക്നെസ് ആണ് കണ്ടുപിടിക്കേണ്ടിയുള്ളതെന്നേ ഉള്ളൂ. സോ ഇത് നേരത്തെ പോലെ തന്നെയാണ്. നമുക്കിവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ സ്ട്രെസ് തന്നിട്ടുണ്ട്. അപ്പോൾ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ്റെ അവിടെ എന്താണ്? വാല്യൂ ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് നമ്മുടെ തിക്നെസ് കണ്ടുപിടിക്കാൻ പറ്റും. താഴോട്ടുള്ള ഇക്വേഷൻ തന്നെ തിക്നെസ്സിൻ്റെ ടേംസിൽ ചെയ്യാനുള്ളതേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇതും. ഇത് വായിച്ചു നോക്കിയാൽ എന്തായാലും മനസ്സിലാവും. ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇതൊക്കെ ജസ്റ്റ് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഈ ഒരു പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലപ്പോൾ ഇതിൽ ഡൗട്ട് വന്നാലോ, കാരണം തിക്നെസ് കണ്ടുപിടിക്കാനുള്ളതല്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ a thick cylinder of diameter 160 mm is subjected to an internal pressure of 40 MPa. അപ്പോൾ പ്രഷർ തന്നിട്ടുണ്ട് P. If the allowable stress in the material is 150 MPa, സ്ട്രെസ് തന്നിട്ടുണ്ട്. Determine the minimum thickness required. അപ്പോൾ എനിക്കറിയാം എൻ്റെ ഇന്റേണൽ ഡയമീറ്റർ 160 mm ആണ്. ഇത് ഹോളോ സിലിണ്ടർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ 160 പ്ലസ് ഈ ഒരു തിക്നെസ്സും കൂടെ 2 ടൈംസ് തിക്നെസ് ചെയ്യണം. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ 80 പ്ലസ് തിക്നെസ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നർ ഡയമീറ്റർ തന്നെ ഇന്നർ റേഡിയസ് എന്ന് പറഞ്ഞാൽ 80, ഔട്ടർ റേഡിയസ് എന്ന് പറഞ്ഞാൽ 80 പ്ലസ് T. PI ഇന്നർ പ്രഷർ തന്നിട്ടുണ്ട് 40 mm, ഔട്ടർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് ആയതുകൊണ്ട് 0. അപ്പോൾ നമ്മൾ ആദ്യം സാധാരണ ചെയ്യുന്ന നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്തെന്താണ്? എയും ബിയും കണ്ടുപിടിക്കണം. എനിക്കിതിൽ എയും ബിയും എന്ത് കിട്ടും? ഇത് ചെയ്യുമ്പം ടീൻ്റെ ടേംസിൽ കിട്ടും. നെക്സ്റ്റ് എനിക്കറിയാം എൻ്റെ ഷിയർ എന്ന് പറയുന്നത് 120 mm ആണെന്ന്. അപ്പോൾ ഷിയർ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 80. അപ്പം എൻ്റെ ഈ 120 ഷിയർ 120 എക്സ് ഇസ് ഈക്വൽ ടു 80 അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ്? ടീൻ്റെ ടേംസിലാണ് വരുന്നെങ്കിലും പിന്നെ അതെന്താണ്? അത് സോൾവ് ആയിക്കോളും. അത് നമ്മൾ താഴോട്ട് പോകുമ്പോഴേക്ക് സോൾവ് ആയി നമുക്ക് തിക്നെസ് കിട്ടും. അപ്പോൾ ഇത്രയായിരുന്നു ഈ ഒരു പോർഷൻ. ഇനി നെക്സ്റ്റ് നമുക്ക് ടോർഷനും നോക്കാനുണ്ട്, സ്പ്രിങ്സും നോക്കാനുണ്ട്. സ്പ്രിങ്സ് വലുതായിട്ട് ഞാൻ ചോദിക്കാറില്ല, സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ടോർഷൻ നോക്കാം.